ഒടുവിൽ കാസിയെ തേടി കവിതാപിള്ള എത്തി. എൻട്രൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ കവിതാപിള്ളയുടെ വീട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇന്നലെ കണ്ടുകെട്ടിയതോടെയാണ് കാസി എന്ന റോഡ് വീലർ അനാഥനായത്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കാസിയെ പ്രമുഖ വെറ്റിനറി ഡോക്ടർ എബ്രഹാം തരകന്റെ പാലാരിവട്ടത്തുള്ള നായ സംരക്ഷണ കേന്ദ്രത്തിലെത്തിച്ചത്. വളർത്തുനായയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് കവിതാപിള്ള മേനകാ ഗാന്ധിക്ക് ഇന്നലെ വീണ്ടും പരാതി നൽകിയിരുന്നു. ഇന്ന് രാവിലെ നായയെ കവിതാപിള്ളയ്ക്ക് വിട്ടുകൊടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോടും SPCA അധികൃതരോടും മേനകാ ഗാന്ധി നേരിട്ട് ആവശ്യപ്പെട്ടു. വളർത്തുനായയെ നായ സംരക്ഷണ കേന്ദ്രത്തിന് കൈമാറിയ വിവരം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് മേനകാ ഗാന്ധി SPCA അധികൃതരുമായി ബന്ധപ്പെട്ടത്. അവൻ വൺ മാസ്റ്റർ ഡോഗാണ്. അവന് ഇതുപോലെയുള്ള വെറ്റിനറി ട്രെയിനേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അവനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. മോനെയാണ് അവന് കൂടുതലും അനുസരണം. അപ്പോൾ ഞാൻ നിവൃത്തി കെട്ടിട്ടാണ് മേനകാ ഗാന്ധിയുടെ ഓഫീസിലേക്ക് ഞങ്ങളൊരു റിക്വസ്റ്റ് ലെറ്റർ അയച്ചത്. വീട് എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടിയതോടെ പകരം സംവിധാനം ഒരുക്കുന്നതുവരെ കാസിയെ നായ സംരക്ഷണ കേന്ദ്രത്തിൽ തന്നെ താമസിപ്പിക്കാനാണ് കവിതാപിള്ളയുടെ തീരുമാനം. എന്തായാലും മേനകാ ഗാന്ധിയുടെ ഇടപെടൽ കാസിക്കും ആശ്വാസമായി. ക്യാമറാമാൻ ജോയി സിയാറിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.